അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാം സൂറത്തുൽ ജിന്നിലേക്ക് പ്രവേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി فقالوا إنا سمعنا قرآنا عجبا. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ശിഷ്യരോടൊപ്പം ഉക്കാദിലേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ നഖ്ലയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കരിച്ചു. സുബ്ഹ് നമസ്കരിക്കുമ്പോൾ ഒരു സംഘം ജിന്നുകൾ അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. തിരുമേനിയുടെ ഖുർആൻ പാരായണം ശ്രവിച്ച് അവർ അവിടെ തന്നെ തങ്ങി. ആ സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആദ്യ സൂക്തം. ഖുൽ എന്നാണ് തുടക്കം. ഖുൽ, പ്രവാചക, താങ്കൾ പറയൂ, ജനങ്ങളോട് പറയൂ, ജനങ്ങളെ അറിയിക്കൂ. ഊഹിയ ഇലയ്യ, ഔഹ യൂഹി, ദിവ്യ വെളിപാട് ലഭിച്ചു. ഔഹ യൂഹി, ഊഹിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസീവ് വോയിസാണ്, മജ്ഹൂൽ എന്ന് പറയുമല്ലോ, കർമ്മണി പ്രയോഗമാണ്. ഊഹിയ, ദിവ്യ വെളിപാട് നൽകപ്പെട്ടിരിക്കുന്നു, ഇലയ്യ എന്നിലേക്ക്. അന്നഹു, നിശ്ചയം അത് എന്തെന്നാൽ, ഇസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു, നഫറും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. ഫഖാലു, എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഇന്നാ സമിഅന, നിശ്ചയം ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഖുർആനൻ, ഒരു ഖുർആനിനെ, അജബ, കൗതുകകരമായ ഒരു ഖുർആൻ അഥവാ ഒരു പാരായണം ഞങ്ങൾ ശ്രവിച്ചിരിക്കുന്നു എന്ന് ജിന്നുകൾ അവരുടെ സമൂഹത്തിലേക്ക് ചെന്നിട്ട് പ്രതികരിക്കുകയാണ്. നമുക്ക് ഈ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. ഖുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഖുൽ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറകളുണ്ട്? 5 സൂറകളാണ്. അതിൽ ഒന്നാമത്തെ സൂറ തന്നെയാണ് സൂറ അൽ ജിന്ന്, രണ്ടാമത്തേത് അൽ കാഫിറൂൻ, മൂന്നാമത്തേത് അൽ ഇഖ്ലാസ്, 4 അൽ ഫലഖ്, 5 അവസാന സൂറയായ അന്നാസ്. ഇങ്ങനെ 5 സൂറകളാണ്. പൊതുവെ ഖലാഖിലുൽ ഖംസ് എന്ന് ഈ 5 സൂറകളെയും ചേർത്തുകൊണ്ട് പറയാറുണ്ട്, ഖുൽ കൊണ്ട് ആരംഭിക്കുന്ന സൂറ. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ അകത്ത് ധാരാളമായിട്ട് ഖുൽ വരുന്നുണ്ട്, അല്ലേ? കാരണം വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ഖുർആൻ പ്രഭാഷണങ്ങളാണ്. സമൂഹവുമായുള്ള നിരന്തരമായ സമ്പർക്കവും സംവാദങ്ങളും വിശദീകരണങ്ങളും ആണ് അല്ലാഹു തആല ഖുർആനിലൂടെ നൽകുന്നത്. അതിനാൽ മനുഷ്യരുമായുള്ള നിരന്തര സമ്പർക്കം ഖുർആനിൽ കാണാം. അപ്പം അതിനാൽ ഖുൽ എന്ന് പറയുമ്പോൾ, പ്രവാചക, താങ്കൾ ജനങ്ങളോട് പറയൂ, അവരെ അറിയിക്കൂ എന്നാണ് ഉദ്ദേശം. ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. വഹി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗൂഢമായ, വളരെ മൗന രൂപത്തിലുള്ള ആശയ കൈമാറ്റ രീതിയാണ്. അടുത്തു നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആ നിലയിൽ ഉള്ള കൈമാറ്റ രീതിയാണ്. സാങ്കേതികമായി പറയുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന സവിശേഷമായ ജ്ഞാനമാണ് വഹയ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ
വേറെയും ചില വഹീനെക്കുറിച്ച് പറയുന്നുണ്ട്. മൂസ അലൈഹിസ്ലാമിൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു തആല നൽകിയ ഒരു വെളിപാട്, ഒരു ബോധനം. തൻ്റെ കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കാൻ പറഞ്ഞില്ലേ? വ ഔഹൈന ഇല ഉമ്മി മൂസ, മൂസയുടെ ഉമ്മയ്ക്ക് നാം വെളിപാടു നൽകിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ മൂസ അലൈഹിസ്ലാമിൻ്റെ ഉമ്മ പ്രവാചകയായിരുന്നോ? അല്ല. ഈ നിലയിലുള്ള ചില വെളിപാടുകൾക്ക് വഹ്യ് എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നു. അതേപോലെ തന്നെ പ്രകൃതിപരമായ ചില സവിശേഷതയുണ്ടല്ലോ ഓരോ സൃഷ്ടികൾക്കും. തേനീച്ചയ്ക്ക് പൂവിൽ നിന്ന്, പൂമ്പൊടികളിൽ നിന്ന് തേൻ ശേഖരിക്കുവാനും അങ്ങനെ വൃക്ഷത്തലപ്പുകളിൽ കൂടുകൂട്ടുവാനും അവിടെ തേൻ സംഭരിച്ചു വെക്കാനൊക്കെയുള്ള അറിവ് നൽകിയതിനെക്കുറിച്ച് അല്ലാഹു തആല വ ഔഹ ഇലൻ നഹൽ എന്ന് പറയുന്നുണ്ട്. തേനീച്ചക്ക് വഹ്യ് നൽകി. നാളെ പരലോകത്തെത്തുമ്പോൾ ഭൂമി അതിൻ്റെ വാർത്തകൾ വിളിച്ചു പറയുമത്രേ. എന്താണ് കാരണം? ബി അന്ന റബ്ബക ഔഹ ലഹ, അതിൻ്റെ നാഥൻ അതിന് നൽകിയ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ വ്യത്യസ്തമായ വെളിപാടുകളാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സവിശേഷമായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ സാങ്കേതികമായി പറയുമ്പോൾ അല്ലാഹു തആല പ്രവാചകന്മാർക്ക് നൽകുന്ന ദിവ്യജ്ഞാനത്തിനാണ് വഹ്യ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഖുൽ ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മറ്റൊരാശയം കൂടിയുണ്ട്. ഇത് എൻ്റേതായ വാക്കുകളല്ല, ഞാൻ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല, ദൈവിക വെളിപാടാണ്. ഈ വചനങ്ങളുടെ ആധികാരികതയും അതിലൂടെ വെളിപ്പെടുന്നുണ്ട് അല്ലേ? എനിക്ക് വെളിപാടായിട്ട് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്നഹു, നിശ്ചയം അത് എന്തെന്നാൽ, ഇസ്തമഅ നഫറും മിനൽ ജിൻ, സമിഅ കേട്ടു എന്നാണ്. ഈ ആയത്തിൽ തന്നെ സമിഅ വരുന്നുണ്ട്. ഇസ്തമഅ എന്ന് പറയുമ്പോഴോ ശ്രദ്ധിച്ചു കേട്ടു എന്നാണ്, വളരെ ജാഗ്രതയോടു കൂടിയിട്ട് കേട്ടു എന്നായിരിക്കും ആശയം. നഫർ എന്ന വാക്കിന് സംഘം, ഒരു പറ്റം എന്നൊക്കെയുള്ള ആശയമുണ്ട്. അറബി ഭാഷയിൽ നഫർ പ്രയോഗിക്കുന്നത് 3നും 10നും ഇടയിലുള്ള എണ്ണത്തിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജിന്നുകളുടെ സംഘത്തിൽ 3നും 10നും ഇടയിലുള്ള ഒരു സംഘമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. നഫറും മിനൽ ജിന്ന്, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നത്. എന്നിട്ടോ ഫഖാലു, അവർ പറയാണ്, ഇന്ന, നിശ്ചയം നാം, ഞങ്ങൾ, സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഖുർആനൻ അജബ, കൗതുകകരമായ അത്ഭുതകരമായ ഒരു ഖുർആൻ എന്ന് പറയാണ്. അപ്പോൾ ജിന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, ജിന്നുകളാണ് കേട്ടത് എന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിൽ ജിന്ന് എന്ന പദം 22 തവണ ആവർത്തിക്കുന്നതായിട്ട് കാണാം. വേറെയും ശൈലിയിൽ ജാന്ന്, ജിന്നത്ത് എന്നൊക്കെ വേറെയും വന്നിട്ടുണ്ട്. എന്താണ് ജിന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ്, മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് എന്നാണ്. അപ്പോൾ ജിന്നിൻ്റെ എതിർവാക്കായിട്ട് എന്താ പറയാം? ഇൻസാണ് പറയാം. മനുഷ്യൻ തന്നെ, നമ്മെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, നമുക്ക് പരസ്പരം കാണാൻ കഴിയുന്നു. അപ്പോൾ കാണാൻ കഴിയുന്നത് ഇൻസാണ്, കാണാൻ കഴിയാത്തത് ജിന്നാണ്. അപ്പോൾ ജിന്നിൻ്റെ എതിർവാക്കായിട്ട് ഇൻസ് ഉപയോഗിക്കുന്നു. അറബി ഭാഷയിൽ തന്നെ ഫലമ്മ ജന്ന അലൈഹില്ലയിൽ, രാത്രി ഇരുട്ടാർന്നതായപ്പോൾ, അഥവാ അത് മറ സൃഷ്ടിച്ചപ്പോൾ എന്ന് സൂറത്തുൽ അൻആമിൽ പരാമർശിച്ചതായിട്ട് കാണാൻ പറ്റും. ആ ജിന്നുകളിൽപ്പെട്ട ഒരു സംഘമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുന്നത്. എന്നിട്ട് എന്താ അവർ പറയുന്നത്? ഇന്ന സമിഅന ഖുർആനൻ അജബ, ഞങ്ങൾ കൗതുകകരമായ ഒരു ഖുർആൻ, ഒരു പാരായണം ശ്രവിച്ചിരിക്കുന്നു എന്നാണ്. ആരോടാ പറയുന്നത്? അവർ ഖുർആൻ പാരായണം കേട്ടിട്ട് അവരുടെ സമൂഹത്തിലേക്ക് ചെന്നു, ജിന്നുകൾ പാർക്കുന്ന ഇടത്തേക്ക് ചെന്നിട്ട് മറ്റ് ജിന്നുകളോടാണ് ഈ അത്ഭുതകരമായ കാര്യം വെളിപ്പെടുത്തുന്നത് എന്നാണ്
മനസ്സിലാക്കേണ്ടത്. അത്യത്ഭുതകരമായ ഒരു പാരായണം ഞങ്ങൾ കേട്ടു. അപ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾ കണ്ടിരുന്നോ? ജിന്നുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നോ? ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൻ്റെ ആമുഖമാണ് ഒന്നാമത്തെ സൂക്തത്തിൽ വരുന്നത്. നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ പരാമർശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.